രണ്ടാളിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അവരെ വല്ലതും ചെയ്ത ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഇട്ട സ്റ്റേജിൽ നിന്ന് ഈ സ്വാഗത പ്രസംഗം ചെയ്യുന്നത്. അപ്പോൾ കുറച്ചു മുമ്പായിരുന്നു അവിടുത്തെ അലങ്കാര പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയി ഡ്രസ്സ് മാറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത്രത്തോളം മനസ്സുകൊണ്ട് അടുത്ത ഒരു സ്ഥാപനമാണ് അമ്മയുടെ. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാ കാര്യങ്ങൾ ഒന്നേന്ന് തൊട്ട് ചെയ്തത് അമ്മയും ചേട്ടനാണ്. ഇതിൽ ഞാൻ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഒരുക്കുന്ന കാര്യങ്ങളിലൊന്നും എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. എനിക്ക് ഒരു പ്രഷറോ രണ്ടുപേരോ തന്നിട്ടില്ല. അവരുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, അമ്മയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കൂടെയായിരുന്നു ചേട്ടൻ നിന്നത്. അപ്പോൾ ചേട്ടൻ നിൽക്കണുണ്ടപ്പോ എനിക്ക് നിൽക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ, അമ്മയുടെ ഈ ഒരു സ്വപ്നത്തിന്റെ കൂടെ യാത്ര ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചു. ഇപ്പോ അമ്മേനെ അറിയുന്നവർക്ക് അറിയാം, അമ്മ പണ്ട് മുതലേ ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ അമ്മ പണ്ട് വീട്ടിലെ ഒരു റൂമിലായിരുന്നു ഈ ബ്യൂട്ടി പാർലർ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് അമ്മയുടെ 2 ചേച്ചിമാരും ബ്യൂട്ടീഷ്യന്മാര്. അപ്പോ ഇവര് 3 ബ്യൂട്ടീഷ്യന്മാർക്കും ചിലപ്പോ ചിലവര് വീട്ടില് കുറച്ചാള് ചെയ്യും. അപ്പൊ വല്യമ്മ മാത്രമാണ് ബ്യൂട്ടി പാർലർ കുറെ നാളായിട്ട് നടത്തിക്കൊണ്ട് വരുന്നത്. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യമ്മയുടെ അവിടെ പാർലറിൽ കുറച്ചാൾ പോയി വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു ഇവരുടെ ഈ ഒരു ജോലിയും, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തോട് അത്രയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ജോലിയാണ്. നമ്മളൊരു സ്ഥാപനം തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒരു ബിസിനസ് എന്നുള്ളതിനപ്പുറം ഇവരുടെ ജീവിതത്തിന്റെ കൂടെ തന്നെയുള്ള ഈ ഒരു വലിയൊരു സ്വപ്നം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം വന്നു അമ്മയ്ക്കും. അപ്പോ പലപ്പോഴും ഇതിനു മുമ്പൊക്കെ ഇതേപോലെ ഒരു സ്ഥാപനം നടത്തണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം എന്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കേട്ടു തുടങ്ങിയതാണ്, അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള ബ്യൂട്ടി പാർലറൊക്കെ വേണം എന്നുള്ളത്. പക്ഷെ സാഹചര്യങ്ങളും സമയവും എല്ലാം ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പൊ അമ്മ ഇപ്പോ അഭിമാനത്തോടെ ബ്ലഷ് ബെല്ല എന്ന് പറയുന്ന ഒരു ലേഡീസ് സലൂൺ ഇപ്പോ നമ്മുടെ ഒല്ലൂർക്ക് വേണ്ടി ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ ഒരുപാട് സന്തോഷം അമ്മയുടെ ഈ ഒരു യാത്രയിൽ കൂടെ നിൽക്കാൻ സാധിച്ചാല്. അപ്പോ എല്ലാ യാത്രയ്ക്കും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ അമ്മയുടെ ഈ ഒരു സംരംഭത്തിന് ഇത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോ ഇനിയുള്ള കാലം ഒരുപാട് വർഷം ഈ ഒരു സ്ഥാപനം വലിയ വിജയമാവട്ടെ. അപ്പോ ഒരുപാട് സന്തോഷം. പിന്നെ മോനെന്ന നിലയില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പൊ എന്റെ ഈ ഒരു പ്രായത്തില് ഇപ്പൊ അറിയാലോ, അമ്മയുടെ പ്രായം ഊഹിക്കാലോ. അപ്പൊ അമ്മ ഈ ഒരു പ്രായത്തില്, മോശം എന്നല്ല പറഞ്ഞത്, പ്രായമൊന്നും ആയിട്ടില്ല, ചെറുപ്പമൊക്കെ തന്നെയാണ്. അപ്പോ ഈ ചെറുപ്രായത്തിൽ തന്നെ അമ്മ ഇങ്ങനെ ഒരു വലിയൊരു ദൗത്യം, വലിയൊരു സ്വപ്നം നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കണ്ടപ്പോഴാണ് നമുക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ആഗ്രഹിക്കുന്നതൊന്നും തെറ്റല്ല എന്നുള്ളൊരു വലിയ തോന്നല് വന്നത്. സ്ഥിരം കാണുന്ന ആളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ തടി കുറയ്ക്കണം എന്നൊക്കെ പാർവതി കണ്ടു വേണം പഠിക്കാൻ, അല്ലേ? അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ എളുപ്പമൊന്നല്ല കേട്ടോ. ഈ പറയുന്ന എളുപ്പം ചെയ്യുന്ന കാര്യത്തിലില്ല. ആൻഡ് പാർവതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു എഞ്ചിനീയർ ആണ്, അതോടൊപ്പം തന്നെ ഇന്റീരിയർ ഡിസൈനർ ആണ്, അതോടൊപ്പം ആങ്കറിംഗ് ഫീൽഡിലും ഫിലിം ഇൻഡസ്ട്രിയിലും തിളങ്ങി നിൽക്കുന്നു. പാർവതി, ഹൗ ഡു യു ഫീൽ? എന്താണ് ആശംസിക്കാനുള്ളത്? ആദ്യം തന്നെ വിക്കിപീഡിയ അപ്ഡേറ്റ് ചെയ്യാറായി കേട്ടോ. ഏവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. ശരിക്കും ഇങ്ങനെ ഓരോ സ്ത്രീകൾ എന്നല്ല, ഇപ്പം ഡെയിൻ്റെ അമ്മ എന്ന് പറയുമ്പം എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനം തന്നെയാണ്. ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പം ആസ് ആൻ എന്താ പറയുന്ന ഒരു ബിസിനസ് വുമൺ, ഈ പറയുന്ന പോലെ എനിക്കറിയാം അതിൻ്റെ ഒരു പെയിൻ, അതിന് കൊടുക്കുന്ന നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതിപ്പം കുറച്ച് സമയമെടുത്താണെങ്കിലും ആ ഒരു ആഗ്രഹം സഫലീകരിച്ചതിന് ഒരുപാട് സന്തോഷം. അമ്മയുടെ കൂടെ ഈ ഒരു സംരംഭത്തിൻ്റെ കൂടെ ഈ ഒരു ഇനോഗ്രേഷൻ്റെ പാർട്ടായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാടധികം സന്തോഷം. ആൻഡ് പൊതുവേ തൃശ്ശൂർ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. മറ്റൊന്നുകൊണ്ടല്ല, ഞാൻ കല്യാണം കഴിച്ച് വിട്ടേക്കുന്ന അങ്ങ് തെക്കിലോട്ട് കൂടാണ്. അപ്പോൾ പൊതുവേ എൻ്റെ അമ്മ ഇങ്ങനെ പറയായിരുന്നു, അങ്ങ് തൃശ്ശൂരിൽ നിന്ന് ഒരു ചെറുക്കനായിരുന്നെങ്കിൽ, കല്യാണത്തിന് മുന്നേ കേട്ടോ, തൃശ്ശൂരിൽ നിന്നൊരു
പയ്യനായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറയും. അന്നേ എൻ്റെ വീട് ശരിക്കും പത്തനംതിട്ടയാണ്. അപ്പൊ അവിടെ ഉള്ളവർ ഇങ്ങനെ പറയും, ഇവിടെ ഉള്ള ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര നിഷ്കളങ്കമായുള്ള ആൾക്കാരാണ്. അത് പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ലൈവായിട്ട് ഞാൻ കണ്ടേക്കുന്ന രണ്ട് ആളുകളാണ് കേട്ടോ. ടീം ആണെങ്കിലും ശരി, ട്വിങ്കിളാണെങ്കിലും ശരി. കാരണം ഉള്ളിൽ നിന്ന് ഒരിക്കലും ആ ഒരു ഫേക്ക് ആയിട്ടൊരു കാര്യങ്ങളും അവരെന്നോട് പറഞ്ഞിട്ടുമില്ല, എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഈ ഒരു നാടിൻ്റെയും കൂടെ പ്രത്യേകതയെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു സ്നേഹമായിക്കോട്ടെ, അത് എന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് കേട്ടോ. കാരണം കുറച്ച് നമുക്കറിയാം ഈ ഒരു കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. കാരണം ഒരു സ്റ്റേജ് ഫുൾ ഹാൻഡിൽ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒരു ഷോ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാതെ പോവുക, ആരെയും മടുപ്പിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ആൻഡ് ഓൾസോ ചേട്ടനാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, അമ്മയും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം കുറച്ച് ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും അമ്മേനെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ഭർത്താവും 2 പൊന്നു മക്കളും. എൻ്റെ അമ്മായിയമ്മയും എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നിപ്പോ എൻ്റെ അമ്മായിയമ്മയ്ക്കും പെട്ടെന്നൊരു സംരംഭം തുടങ്ങി കൊടുക്കാൻ. ഇതുപോലെ ആങ്കർ വന്നിട്ട് എന്നെ കുറിച്ച് പറയുമല്ലോ. അപ്പം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. സുഖമല്ലേ? ഓണമൊക്കെ എവിടെ വരെയായി? ഇത് തുടക്കത്തിൽ ചോദിക്കേണ്ടത്, പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുള്ള സ്വഭാവം ഇച്ചിരി കുറവായതുകൊണ്ട് ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഓണാശംസ. താങ്ക് യു.